വളരെ സന്തോഷത്തോടും അതിനേക്കാളുപരി നന്ദിയോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി എന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിലെ അനന്തി വ്ളോഗ്സിലെ ടീച്ചേഴ്സിനോട് തന്നെയാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് 2ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ അത്രയും നമ്മളെ ക്ലാസ്സിൽ നിന്നുള്ളതാണ്. ചുരുക്കം ചില ചോദ്യങ്ങൾ മാത്രമാണ് പുറത്തുനിന്ന് ചോദിച്ചത്. ഞാനീ പറയുന്നത് പ്രൂവ് ചെയ്യാനായി ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൻ്റെ PDF ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ PDF കൊണ്ടുപോയി എങ്ങനെ വേണമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ ചോദ്യപേപ്പർ വളരെ എളുപ്പത്തിൽ തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ബിക്കോസ് ക്ലാസ് റൂം പ്രോഗ്രാംസിലോ ടെസ്റ്റ് സീരീസിലൊക്കെ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത റെയർ ഫാക്റ്റുകൾ തന്നെയാണ് ഇപ്രാവശ്യം ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ചോദ്യപേപ്പറിൻ്റെ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ആൻസർ കീ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. സോ എൻ്റെ കൂടെ നിൽക്കുക. ഞാൻ പറയുന്നതിൻ്റെ ഒക്കെ പ്രൂഫ് ഇതിൻ്റെ കൂടെ തരുന്നതാണ്. നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സസിൻ്റെ നോട്ട്സ് അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് അസോസിയേറ്റഡ് ഫാക്റ്റുകളൊക്കെ ഞാൻ ഈ PDF തരാം. ഇതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ PDF ദയവായി ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ടെലിഗ്രാമിൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക നിങ്ങളെല്ലാവരും. ടെലിഗ്രാമിൽ നമ്മൾ ഡെയിലി ഇടുന്ന മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് പോലും ചോദ്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെലിഗ്രാമിലേക്ക് വരാനായിട്ട് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്യാം. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അനന്തി വ്ളോഗ്സ് എന്ന് ടെലിഗ്രാമിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ചൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം 3000 റുപ്പീസ് ക്യാഷ് ബാക്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും അഫോർഡബിളായിട്ട് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ലോങ് ടൈം ബാച്ച് ഇത് തന്നെയാണ്. നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസിൽ നിന്നും ടെസ്റ്റ് 1 ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിൽ നിന്ന് തന്നെ ധാരാളം ചോദ്യങ്ങൾ ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങളൊന്നും അല്ലെങ്കിലും ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റും അതിൻ്റെ ഫുൾ PDF ഒന്ന് കാണാതെ പഠിച്ചിട്ട് എക്സാമിന് പോകാൻ ശ്രമിക്കുക. മാർക്ക് അതിൽ നിന്ന് വന്നിരിക്കും. ഈ പരീക്ഷയിൽ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഈ ഒരു ചോദ്യം നമുക്ക് കുറേ ചോദ്യങ്ങൾ സ്ഥിരം PSC ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. ബിക്കോസ് അത് എല്ലാവരും പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. സ്റ്റിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത്? ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ചട്ടമ്പി സ്വാമികളാണ്. ഞാൻ ക്ലാസ് നോട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയ ചട്ടമ്പി സ്വാമികളാണ്. ഞങ്ങളുടെ 2ാമത്തെ പ്രിലിംസ് ടെസ്റ്റിനകത്തെ 9ാമത്തെ ചോദ്യം അതായിരുന്നു. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുക റിവിഷൻ കൊടുക്കുകയും ചെയ്ത ഫാക്റ്റാണ്. ഇസ്ലാമിക് റിനൈസൻസ് പഠിപ്പിച്ചപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലബിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചതെന്ന് കൃത്യമായി ക്ലാസ് നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം D ആണ്. എല്ലാ ചോദ്യങ്ങളും സെയിം അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അസോസിയേറ്റഡ് ഫാക്റ്റുകൾ നിങ്ങൾ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ നിന്നും എടുത്ത് നോക്കാവുന്നതാണ്. ടെസ്റ്റ് സീരീസിൽ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചട്ടമ്പി സ്വാമികളുടെ എല്ലാവിധ വർക്കുകളെ പറ്റിയും നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റുന്ന വെറൈറ്റി ചോദ്യമായിരുന്നു അല്ലേ. 1906 സാമൂതിരി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? നമ്മൾ ഡച്ചുകാരുടെ കേരളത്തിലെ ആഗമനം അഡ്വെൻറ്റ് ഓഫ് ഡച്ച് എന്ന് പറയുന്ന ക്ലാസ്സിൽ കൃത്യമായും പറഞ്ഞതാണ്. സ്റ്റീവൻ വാണ്ടർ ഹേഗൻ അല്ലേ. വാണ്ടർ ഹേഗനാണ് ആദ്യമായി ഇന്ത്യയിൽ തന്നെ ഡച്ചുകാരും ഒരു ഇന്ത്യൻ റൂളും തമ്മിലുള്ള ആദ്യത്തെ കരാർ എന്നറിയപ്പെടുന്നത് ഇതിനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം A ആണ്. ഇതിനേക്കാൾ ഡിഫിക്കൽട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പോലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. അതാണ് ഈ ചോദ്യം. ഇതൊക്കെ എവിടുന്നാണ് PSC ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ സർവീസസിലെ നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെയാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി എഴുതി കൊടുത്തതാണ്. ചോദ്യം എന്താണ്? ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചത്? ഞങ്ങളുടെ PIC ക്ലാസ് എന്ന് പറയും, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് കൺസോളിഡേഷൻ. ഈ ക്ലാസ്സിൽ കാർത്തിക് സാർ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? RSS, ആനന്ദ് മാർഗ്, ജമായി ഇസ്ലാമി, മാവോയിസ്റ്റ്, CPML. ഇത്രയും സംഘടനകളെ അടിയന്തരാവസ്ഥയുടെ സമയത്ത് ബാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുകയും ഈ ക്ലാസ്സുകൾ റിവിഷൻ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് തരുകയും ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം D ആണ്. എല്ലാത്തിനും കറക്റ്റ് ആൻസറാണ്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ടീച്ചേഴ്സിന് തന്നെയാണ്. കാര്യം അവർ അത്രയും റിസർച്ച് ചെയ്ത് അത്രയും കുട്ടികളുടെ അടുത്ത് അത്രയും ആത്മാർത്ഥമായിട്ടും സ്നേഹമായിട്ടും ബിഹേവ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും വലിയൊരു വിജയം ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ധാരാളം ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഏറ്റവും അഫോർഡബിളായ രീതിയിൽ ഈ ക്ലാസ് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ അധ്യാപകർ തന്നെയാണ്, അവരുടെ സപ്പോർട്ട് തന്നെയാണ്. ഉദാഹരണത്തിന് മറ്റൊരു ചോദ്യം. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നതിൽ ആരെയാണ് തൂക്കിലേറ്റിയത്? ലാഹോർ ഗൂഢാലോചന കേസിൽ സ്ഥിരം ചോദ്യം വരുന്നത്
ഭഗത് സിംഗിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഉത്തരം രാജ്ഗുരുവാണ്. ബിക്കോസ് സാൻഡേഴ്സ് മർഡർ കേസ് അല്ലെങ്കിൽ ലാഹോർ കോൺസ്പിറസി കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ലാലാ ലജ്പത് റോയിയുടെ മരണത്തിന് പകരം വീട്ടാനായിട്ട് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നൊരു ഗൂഢാലോചനയാണ്. അപ്പോൾ അതിനകത്ത് ഭഗത് സിംഗിനോടൊപ്പം സുഖദേവും രാജ്ഗുരുവിനെയും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, തൂക്കിലേറ്റുന്നത്. ഇൻകുലാബ് സിന്ദാബ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് പോകുന്നത്. മൃത്യുവിനെ എത്തിപ്പിടിക്കാൻ കഴിയില്ല ഉന്നതമാമ ഈ രാജ്യസ്നേഹം എന്നൊക്കെയുള്ള കവിത പാടി പാട്ടും പാടിയാണ് ഭഗത് സിംഗ് ആ ഒരു കഴുമരത്തിലേക്ക് നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുത. നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിൽ ഉത്തരം എന്തിനും ബി ആണ്, ബി. മറ്റൊരു ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. ചൈനീസ് വിപ്ലവമായിരുന്നു ഇതിൻ്റെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സംഭവം. പക്ഷേ ഇതൊക്കെ നമ്മൾ തിരിച്ചും മറിച്ചും വേൾഡ് ഹിസ്റ്ററി ക്ലാസ് ഞാൻ നേരിട്ട് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ വേൾഡ് ഹിസ്റ്ററിയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള പുസ്തകങ്ങൾ കിട്ടാനില്ല. കിട്ടാവുന്ന എല്ലാ സോഴ്സും വെച്ച് വളരെ വിശാലമായിട്ട് വേൾഡ് ഹിസ്റ്ററി ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നത് നന്നായിട്ട് കഷ്ടപ്പെട്ടതാണ്. പക്ഷേ അതിന് ഗുണമുണ്ടായി. വേൾഡ് ഹിസ്റ്ററിയിലെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഈസി ആയിരുന്നു. ബിക്കോസ് ഈ ചോദ്യം സ്ഥിരം ചോദ്യമാണ്. റെയിൻ ഓഫ് ടെറർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ഇവിടെ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ശരിയാണ്. ബ്ലഡി സൺഡേ ഇത് അമേരിക്കൻ വിപ്ലവമാണോ? ബ്ലഡി സൺഡേ സ്ഥിരം PSC ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്നുണ്ട്. ബ്ലഡി സൺഡേ എന്ന് വെച്ചാൽ റഷ്യൻ റവല്യൂഷൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഞങ്ങളത് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് റഷ്യൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള സംഭവം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഗപ്പൻ പാതിരിയുടെ ഒരു ചരിത്രം അവിടെ വരുന്നത്. അത് ഒരു സിമ്പിൾ ഫാക്റ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതും ഫാക്ച്വലി കറക്റ്റാണ്. എല്ലാവരും പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇത് ആക്ച്വലി കറക്റ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണോ? 1949 നമ്മൾ ചൈനീസ് റവല്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത് 2 ഫ്രെയിംവർക്കിലാണ്. ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ചൈനീസ് റവല്യൂഷൻ രണ്ടാമത്തെ ഘട്ടം അവസാനിക്കുന്ന ദിവസമാണ് 1941. പൊട്ടിപ്പുറപ്പെടുന്ന ദിവസമല്ല. ഫേസ് 2 1946 ആരംഭിച്ച് 1949 അവസാനിക്കുന്നു. ഇവിടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാവോ സേതുങ് അധികാരത്തിലിരുന്നു. ഒക്ടോബർ 1, 1949. ഈ സമയത്താണ് ചിയാങ് കൈഷക് അടക്കമുള്ള ആൾക്കാർ ജീവന് വേണ്ടി തായ്വാനിലേക്ക് ഓടി രക്ഷപ്പെടുന്നത്. ഇത് കറണ്ട് അഫെയർസിനകത്തുള്ള കാര്യമായിരുന്നു. തായ്വാൻ ഹോങ്കോങ് ഇഷ്യൂ കത്ത് നിൽക്കുമായിരുന്നു കറണ്ട് അഫെയർസിൽ. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ നമ്മൾ എക്സ്റ്റെൻസീവിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്നുള്ളത് ഓർക്കുക. ബി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, റെയിൻ ഓഫ് ടെറർ ഇപ്പം ചോദിച്ചു. ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി പറയുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഗ്രേറ്റ് ഫിയർ എന്ന് പറയുന്നൊരു എപ്പിസോഡായിരിക്കും. ഇങ്ങനെ PSCയുടെ സ്ഥിരം ചോദ്യം, ലോകചരിത്രത്തിലെ ചോദ്യം വലിയ ഡീപ്പായിട്ടൊന്നും ചോദിക്കുന്നതല്ല. ഒരു ഇവൻറ്റ് തന്നിട്ട് അത് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതെന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിക്കാറുള്ളൂ. ഞാനത് ക്ലാസ്സിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഇങ്ങനെയാണ്. കുറേ ചവർ പോലെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. എക്സാം ഹോളിൽ ചിലപ്പോൾ ഒന്നും ഓർക്കാകത്തില്ല. പക്ഷേ സ്മാർട്ടായിട്ട് പഠിക്കാം. ഉദാഹരണത്തിന് റെയിൻ ഓഫ് ടെറർ, ഭീതിയുടെ ഒരു കാലഘട്ടം, അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. അതേപോലെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇവൻ്റാണ് ഗ്രേറ്റ് ഫിയർ, മഹാഭയം എന്ന് പറയുന്നൊരു ഇവൻറ്റ്. ഇത് റെയിൻ ഓഫ് ടെററിന് മുമ്പായിട്ട് നടക്കുന്ന ഒരു ഇവൻ്റാണ്. ഇതിൻ്റെ ക്ലാസ്സസൊക്കെ വേണമെങ്കിൽ വരുന്ന ദിവസങ്ങൾ നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഈ ഇൻസിഡൻറ്റ് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണെന്നെങ്കിൽ ഓർത്തിരിക്കാം. മറ്റൊരു ചലഞ്ചിങ് ചോദ്യം വന്ന് ആരായിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് 1-നകത്ത് 20ാമത്തെ ചോദ്യം ഇതായിരുന്നു. ഈ ടെസ്റ്റൊക്കെ നമ്മൾ പണ്ടേ റിലീസ് ചെയ്തതാണ്. നിങ്ങൾ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, നമ്മൾ LDCയുടെ ടെസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് ഫ്രീ ഫോർ ഓൾ ആണ്. നിങ്ങൾ ദയവായി എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ PDF ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. LDC പരീക്ഷകൾക്കാണെങ്കിൽ ഡിഗ്രി ലെവലിലാണെങ്കിൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ടെസ്റ്റ് ഫ്രീ ആയിട്ട് PDF ഫുള്ള് പുറത്തു കൊടുത്തതാണ്. ആ ടെസ്റ്റ് പഠിച്ച ആൾക്കാർക്ക് ഈ പരീക്ഷ എനിക്ക് 4-5 ചോദ്യം മിനിമം കിട്ടിക്കാണ്. ഞാൻ താഴോട്ട് എല്ലാം പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് നിൽക്കുന്നത്? വിഷ്ണു ഡിയോയ് സായ് അല്ലേ? ഞങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് അത് കൊടുത്തിട്ടുള്ളതായിരുന്നു, മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ചോദ്യം. അതിനകത്ത് പ്രധാനമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഈ പ്രാവശ്യം ഒരു ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ പറ്റി ചോദിക്കുന്നതായിരുന്നു വിചാരിച്ചത്. ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. പക്ഷേ തൊട്ടപ്പുറത്തുള്ള ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ പറ്റിയാണ് ചോദിച്ചത്. സ്റ്റിൽ നമ്മൾ ചോദ്യപേപ്പറിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. കൃത്യമായി പഠിക്കുക. ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ PDF വെച്ച് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ടെലിഗ്രാമിൽ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി അത് പഠിക്കാം. LDC പരീക്ഷയ്ക്കും അത് ഉപകാരപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ജോഗ്രഫി എന്ന് വന്നതാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്ന പോലെ ഏതാണ്? നമ്മൾ ജോഗ്രഫിയിൽ ഈ പറയുന്ന
പരിസ്ഥിതി മേഖലയെ പറ്റി പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് ഹോട്ടസ്റ്റ് ഓഫ് ദ ഹോട്ട്സ്പോട്ട്. അത് ഹോട്ട്സ്പോട്ട് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് വെസ്റ്റേൺ ഗാട്സ്. കാര്യം അവിടെയാണ് ഈ ഫ്ലോറ ആൻഡ് ഫോണ അല്ലേ, പക്ഷികൾ, മൃഗങ്ങൾ, ചെടികൾ, മരങ്ങൾ, അതൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവിടെയാണ്. അപ്പോൾ ആ ക്ലാസ് ജസ്റ്റ് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഉത്തരം എഴുതാൻ പറ്റും. പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീര സമതലങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സ്ഥലം എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ ഫിസിയോഗ്രഫിക് ഡിവിഷനകത്ത് കൃത്യമായിട്ടും ക്ലാസ്സിൽ ടീച്ചർ എടുത്തിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു ചലഞ്ചിങ് ചോദ്യം വന്ന് നോക്കുക. ഈ ഒരു ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കാം അല്ലേ. ഇത് മടക്ക് പർവ്വതങ്ങൾ, ഫോൾഡ് മൗണ്ടൻസിനെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. ഫോൾഡ് മൗണ്ടൻസിൻ്റെ ക്ലാസ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫോൾഡ് മൗണ്ടൻസിൻ്റെ ക്ലാസ് മിസ്സിൽ ജസ്റ്റ് നോക്കാം. ഫോൾഡ് മൗണ്ടൻസ് എങ്ങനെയാണ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാകുന്നത്? സെഡിമെൻ്ററി റോക്ക് അല്ലേ, സെഡിമെൻ്ററി റോക്കുകൾ ഈ പറയുന്ന പോലെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഒരു മല പോലെ രൂപാന്തരപ്പെടും. ടെക്ടോണിക് ആക്ടിവിറ്റി, കംപ്രഷൻ ഫോഴ്സും ഒക്കെ കാരണമാണ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഫോൾഡ് മൗണ്ടൻ നമ്മൾ നോട്ടിൽ പിള്ളേരെ കൊണ്ട് എഴുതി പഠിപ്പിക്കുകയും റിവിഷൻ കൊടുക്കുകയും ചെയ്തതാണ്. ഹിമാലയൻസ്, റോക്കീസ്, ആൻറ്റീസ്, ആൽപ്സ്, അറ്റ്ലസ്, ഇതെല്ലാം ഫോൾഡ് മൗണ്ടൻസിൻ്റെ എക്സാമ്പിൾസ് ആണെന്നുള്ളത് ഓർക്കുക. ലോകത്തിലെ പ്രധാനപ്പെട്ട ഫോൾഡ് മൗണ്ടൻസൊക്കെ മാപ്പിനകത്ത് വരച്ചിട്ട് പഠിപ്പിച്ചു കൊടുത്തു. കാര്യം മാപ്പിൻ്റെ പ്രസക്തി എന്താ? ഫോൾഡ് മൗണ്ടൻസ് എപ്പോഴും കോണ്ടിനെൻ്റൽ മാർജിൻസിലാണ് കാണുന്നത്, ഒരു കോണ്ടിനെൻ്റ് അറ്റത്താണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടിനെൻ്റൽ പ്ലേറ്റ്സ് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഏരിയ അതാണെന്നുള്ളതാണ്. തെത്തിസിയൊക്കെയാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വരിക. പണ്ട് ഇവിടെയും കടലുണ്ടായിരുന്നു, ആ കടൽ വകഞ്ഞു മാറ്റിയാണ് മൗണ്ടൻസ് ഉണ്ടായത്. അപ്പോൾ ഫോൾഡ് മൗണ്ടൻസിൻ്റെ സിഗ്നിഫിക്കൻസ് അതാണ്. ഇവിടെയാണ് ഓൾഡ് ഫോൾഡ് മൗണ്ടനും ന്യൂ ഫോൾഡ് മൗണ്ടൻസിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നം പിന്നം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ക്ലാസ് നോട്ട്സാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് അത് ഉപയോഗിച്ച് പഠിക്കാം. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അവശിഷ്ടപാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കമലകൾ ഉണ്ടാകുന്നത് അല്ലേ. ഫോൾഡ് മൗണ്ടൻ, സെഡിമെൻ്ററി റോക്സ് അല്ലെങ്കിൽ റെസിഡറി പവർ വെച്ചിട്ട് വരുന്നു, മടക്കുണ്ടാവുന്നു. യുറാലുകളും അപ്പലാഞ്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങൾ ഉദാഹരണമാണ്, എക്സാക്ട്ലി ഉദാഹരണമാണ്. കാര്യം ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ബൗണ്ടറി ആയിട്ട് നമ്മൾ പറയുന്നത് യുറാൽ മലനിരകളാണ്. ഫോൾഡ് മൗണ്ടൻസിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾസ് ആണ്. ആൻഡീസ്, ഹിമാലയം ഈ പറഞ്ഞ പോലെ യങ് ഫോൾഡ് മൗണ്ടൻസ് ആണ്. നമ്മൾ അതിൻ്റെയൊക്കെ നോട്ട്സ് തൊട്ട് താഴെ കണ്ടിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ശരിയാണ്. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക, ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗ്യം ഇതാണ്. ഏറ്റവും മിടുക്കികളായിട്ടുള്ള വിദ്യാർത്ഥികളും ഏറ്റവും സമർത്ഥരായിട്ടുള്ള അധ്യാപകരും അവർ ഒത്തുകൂടുന്ന ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ആനന്ദി വ്ളോഗ്സ് എന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി അതാണ്, അവരെ ഒന്ന് മീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. സോ ഇതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അക്കാഡമിയോ അങ്ങനെയൊന്നും അല്ല, ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരി ഇതൊരു ലേണിംഗ് എക്കോസിസ്റ്റമാണ്. പലപ്പോഴും സ്റ്റുഡൻസ് ക്ലാസ്സിൽ പറയുന്ന പോയിന്റുകൾ ഞങ്ങൾ നോട്ട്സിൽ ആഡ് ചെയ്യാറുണ്ട്. കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ പരീക്ഷകളും നമുക്ക് ഈ പറയുന്ന പോലെ പഠനത്തിനും കൂടെയുള്ള അവസരമാണ്. ഞങ്ങൾ പറയാത്ത പല ചോദ്യങ്ങളും വന്നിരുന്നു. അത് ഞങ്ങളുടെ ഭാഗത്തിൽ മിസ്റ്റേക്കായിട്ട് പല ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒബ്വിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഒരു സൂചനയാണ്, കൂടുതൽ നന്നാവണം എന്നുള്ള സൂചനയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു. ഇത് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പഠിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പിന്നെ ആലോചിച്ച ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ബഹുഭൂരിപക്ഷം GK ചോദ്യങ്ങൾ, അതായത് കട്ട് ഓഫ് ഒരു 10-20 മാർക്കിനെ കടക്കാൻ നിങ്ങളെ സജ്ജരാക്കുന്ന ചോദ്യങ്ങളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും റൂം ഫോർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പഠിച്ചുകൊണ്ടേ ഇരിക്കുക, കൂടുതൽ നന്നാവാൻ ശ്രമിക്കുക. അതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. ഉദാഹരണത്തിന് മറ്റൊരു ചോദ്യം, ജോഗ്രഫിയിലെ തന്നെ മറ്റൊരു ചോദ്യം, സോൾസ്റ്റൈസ് അല്ലേ, ഇതിൻ്റെ മലയാളം വായിക്കുന്നത് വട്ടായി പോകും. ഇത് ഇംഗ്ലീഷ് തന്നെ വായിക്കുന്നതിൻ്റെ. അതായത് പെരിഹീലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന അവസ്ഥ. അതായത് പെരുത്തിഷ്ടമാണെന്ന് ആലോചിച്ചത്, ഇഷ്ടമുള്ള ആൾക്കാരുടെ നമ്മൾ അടുത്ത് പോവുക. പെരിഹീലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന അവസ്ഥ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ സോൾസ്റ്റൈസിൻ്റെയും വെർണൽ ഇക്വിനോക്സിൻ്റെയും ഒരു പീരീഡിലാണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഹീലിയൻ, അതായത് ഏറ്റവും ദൂരെ ഇരിക്കുന്നത് ജൂലൈ 4-നാണെന്നാണ് പറയുന്നത്. സീസണൽ ചേഞ്ചിൻ്റെ സംഭവങ്ങളും പറയുന്നുണ്ട്. ഇത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ടും എന്താണ് പെരിഹീലിയൻ, എന്താണ് എപ്പിഹീലിയൻ, സമ്മർ സോൾസ്റ്റൈസിൽ എന്ത് സംഭവിക്കുന്നു, വിൻ്റർ സോൾസ്റ്റൈസിൽ എന്ത് സംഭവിക്കുന്നു, കൃത്യമായിട്ടും പറഞ്ഞു ഡേറ്റ് സഹിതം ഫിഗർ വെച്ചാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. ഇത് വലിയ മലമറിക്കുന്ന പരിപാടിയല്ല. നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക. ഇത് NCERTയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ നമ്മൾ ക്ലാസ്സസിൽ ഇത് വളരെ ഡീപ്പായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് മറ്റൊരു ചോദ്യം എടുക്കുക. മറ്റൊരു ചോദ്യം,
പാമ്പാടും ചോല ദേശീയോദ്യാനം ഇടുക്കിലാന്നൊക്കെയുള്ള കാര്യം എല്ലാവർക്കും എല്ലാവരും പഠിപ്പിക്കുന്നതാണ്. പക്ഷേ അടുത്ത ചോദ്യം എനിക്ക് ഇത് കണ്ടപ്പോൾ വിഷമം വന്നു. കാര്യം ഇത് എൻ്റെ കണ്ണിൽ പെട്ടൊരു ചോദ്യമായിരുന്നു. പക്ഷേ എനിക്കിത് ക്ലാസ്സിൽ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ പേസ് എന്നൊരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചിരുന്നു. പേസിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം. ഇതായിരുന്നു പേസിൻ്റെ ഫുൾ ഫോം. അത് എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നമ്മളും എന്തെങ്കിലുമൊക്കെ പഠിക്കും, ഇമ്പ്രവൈസ് ചെയ്യും. പക്ഷേ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ നമ്മുടെ പ്രോഗ്രാംസിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പ്രോഗ്രാംസ് എല്ലാം ഒരു 3 മാസ കാലഘട്ടത്തിൽ വിന്നേഴ്സ് ബാച്ചിൽ നിന്നാണ് ചോദ്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ടെസ്റ്റ് സീരീസിൽ നിന്ന് ക്ലാസ്സസിൽ നിന്നാണ് ചോദ്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഒരു 10 വർഷം പഠിപ്പിച്ച കണ്ടന്റിൽ നിന്നല്ല ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഏറ്റവും കാച്ചിക്കുറുക്കി പ്രിലിംസിന് മുമ്പായിട്ട് നിങ്ങളെ സജ്ജരാക്കുന്ന വിന്നേഴ്സ് ബാച്ചിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ളതെന്ന് വളരെ ഓർക്കാം. ഓക്കെ, ഉദാഹരണത്തിന് മറ്റൊരു ചോദ്യമാണ് GST കുറിച്ച് താഴെ പറയുന്ന പോലെ ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് ചോദിക്കുന്നത് അല്ലേ. GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടുന്നു. നമ്മൾ ഇതൊക്കെ സ്ഥിരം PSCയിലെ ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. എക്കണോമിക്സ് ഫാക്കൽറ്റി നന്ദു സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ? മുഖ്യമന്ത്രിമാരും ഇതിൻ്റെ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്യക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്ററാണ്. സാർ നമ്മളെ നോട്ടിൽ കൃത്യമായിട്ടും പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഫിനാൻസ് മിനിസ്റ്ററാണ്, പ്രധാനമന്ത്രിയല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റാണ്. ബാക്കി അപ്പം ഇതിനകത്ത് പ്രധാനമന്ത്രി GST കൗൺസിലിനകത്തേ ഇല്ല. ഫിനാൻസ് മിനിസ്റ്ററും പിന്നീട് ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ് തരിക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പം ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. അപ്പോൾ ഇതിൻ്റെ ആൻസർ B ആണ് ഇതിൻ്റെ ആൻസർ. തെറ്റായിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ ചോദ്യം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ പറ്റിയുള്ള ചോദ്യം മൂന്നാമത്തെ ഞങ്ങളുടെ ടെസ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 16 കവർ ചെയ്തിട്ടുള്ളതാണ്. RBI മോണിറ്ററി പോളിസി സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്ന ചോദ്യം അല്ലേ. ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് റാങ്ക് ഫയൽ കിട്ടുന്നില്ല. ടെസ്റ്റ് സീരീസുകൾ തന്നെ അറ്റൻഡ് ചെയ്തെടുക്കുക. ഇനി പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ടെസ്റ്റ് സീരീസ് വാങ്ങിക്കാൻ ഞങ്ങൾ തരും. കാര്യം വളരെ അഫോർഡബിൾ ഫീസ് 499 ആണ് ഞങ്ങൾ ടെസ്റ്റ് സീരീസ് ഇട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഒരു മാസം ഡെയിലി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ ടെസ്റ്റ് സീരീസ് നിങ്ങൾ എടുക്കാവൂ. കാര്യം അത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷേ കഴിഞ്ഞ 1ാം ഘട്ടത്തിന് ശേഷം ടെസ്റ്റ് സീരീസ് എടുത്ത് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത മിടുക്കന്മാരും മിടുക്കുകളും ഉണ്ട് കേട്ടോ. അവർ എങ്ങനെ അത് ഫിനിഷ് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അവർ ഇന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. ടെസ്റ്റ് സീരീസ് നന്നായിട്ട് യൂസ്ഫുൾ ആയതിന് കോൺടാക്ട് ചെയ്തിരുന്നു. എനിക്ക് ഒക്കത്തില്ല. അവർ 2 ആഴ്ച പീരീഡ് ആ ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ് എന്നെ കൊണ്ട് ഒക്കത്തില്ല. പക്ഷെ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്യാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അത് അവർ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ 1 മാസത്തോളം നമ്മുടെ മുമ്പിൽ ഇനിയുണ്ട്. നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം 3ാമത്തെ ഘട്ടത്തിൽ ആൾക്കാർക്ക് ടെസ്റ്റ് സീരീസിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്. കമൻറ്റ് സെക്ഷനിൽ നമ്പറിൽ ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഉദാഹരണം ഈ ഒരു ചോദ്യം RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്ന ചോദ്യം. 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നു. നമ്മുടെ ടെസ്റ്റ് സീരീസ് അത് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. 6 മാസത്തിലൊരിക്കലാണ് യെസ് അതിവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 7 അംഗങ്ങളാണുള്ളത്, 6 അംഗങ്ങളാണുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് സീരീസിനകത്ത്. എത്ര മാസത്തിലൊരിക്കലാണ് സമൂഹ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുള്ളത്? 6 മാസത്തിലൊരിക്കലാണ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. RBI ഗവർണറാണ് എക്സ് ഓഫീഷ്യോ ചെയർമാൻ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, 6 മാസത്തെ മോണിറ്ററി പോളിസി റിപ്പോർട്ടിനെ പറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടോ. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 6 അംഗങ്ങളാണുള്ളത്, 7 അംഗങ്ങളല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ A ആണ്. A ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. 3ാമത്തെ ടെസ്റ്റിനകത്ത് ചോദ്യം നമ്പർ 16 നമ്മളിത് കവർ ചെയ്തിട്ടുള്ളതാണ്. കുറേ കഷ്ടപ്പെട്ട് ചെയ്തൊരു ടെസ്റ്റ് സീരീസ് ആയിരുന്നു. 13 ഫുൾ ടെസ്റ്റുകൾ, 3 ടെസ്റ്റും കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ആയിരുന്നു. അത് അടിപൊളിയായിട്ട് നമുക്ക് ബെനിഫിഷ്യൽ ആവുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം നമ്മളെടുക്കുന്ന കഷ്ടപ്പാടിന് ഒരു ബെനിഫിറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കാര്യം പഠിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് ടെസ്റ്റ് സീരീസ് ഇടുക എന്നുള്ളത്. പഠിപ്പിച്ചങ്ങ് പോകാൻ പറ്റും. പക്ഷേ ടെസ്റ്റ് സീരീസ് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം റിസർച്ചും മെനക്കേടുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് അധികം പുറത്ത് കിട്ടാത്ത റീസണും അതാണ്. ആരും സ്റ്റാർട്ട് ചെയ്യുന്ന റീസണും അതാണ്. ഒന്നാമത്തെ കാര്യം സ്റ്റുഡൻസ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞ് വരുന്നേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ വരുന്ന സ്റ്റുഡൻസ് എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ടെസ്റ്റ് സീരീസിൻ്റെ ഹൈലൈറ്റ്. ഏറ്റവും കുറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടെസ്റ്റ് സീരീസ് 499 രൂപ. നിങ്ങൾക്ക് ഏറ്റവും നടത്താൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ടെസ്റ്റ് സീരീസ് ആണ്. നിങ്ങൾക്ക് സിവിൽ സർവീസ്, PSC, LDS ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ടെസ്റ്റ് സീരീസ് കൃത്യമായി ഫോളോ ചെയ്യുക. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു ക്ലാസ് റൂം പ്രോഗ്രാംസ് എവിടെ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. കാര്യം ക്ലാസ്സിലിരിക്കാനുള്ള ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. പക്ഷേ ടെസ്റ്റ് സീരീസുകൾ ചറവറാന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെന്ന് ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിലും മോണിറ്ററി പോളിസി കമ്മിറ്റിയെ പറ്റി വിശദമായിട്ടുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കാം.
മറ്റൊരു ചോദ്യം, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ള ചോദ്യമുണ്ട്. ഇത് നമുക്ക് പി എസ് സിയിലെ മുൻകാലഘട്ട ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയണമെന്ന് കാര്യമില്ല. കാര്യം മുൻകാലഘട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ പുതിയ ചോദ്യങ്ങളാണല്ലോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ, ഇത് അന്ന് ചോദിച്ചത് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ പോളിസി എന്താണെന്നായിരുന്നു. മാച്ച് ദ ഫോളോയിങ്ങിലെ ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് പോയതാണ്. വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിയും ഗവൺമെൻറ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റും ഉണ്ടാകുന്ന മാറ്റമാണിത്. കാര്യം മുൻകാലഘട്ട ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങൾ നമുക്ക് വരാറുണ്ട്. അത്തരത്തിൽ വന്നൊരു ചോദ്യം ഇതിനെ കണക്കാക്കിയാൽ മതി. മറ്റൊരു ചോദ്യം നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ. സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്ന ചോദ്യം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അത് GNP ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി ധാരണ കിട്ടും. ഇത് ടെക്നിക്കലായിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ എക്കണോമിക്സിനകത്ത് നമ്മളിത് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ഇത് ഡയറക്റ്റ്ലി വന്നു ഞങ്ങൾ പറയത്തില്ല. കാര്യം ഞങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് എക്സാം ഹോളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാര്യം ഇത് അത്തരത്തിലുള്ളൊരു കോൺസ്റ്റ് ചോദ്യമായിരുന്നു. പക്ഷേ ഞാനാണെങ്കിൽ ഈ ചോദ്യം സ്കിപ്പ് ചെയ്യും. ഞാനിത് പഠിച്ചിട്ട് പോയിട്ടുള്ളതാണെങ്കിൽ പോയി ഈ ചോദ്യം ഞാൻ സ്കിപ്പ് ചെയ്യും. കാര്യം ഒരു മിനിറ്റ് ഇത് ആലോചിച്ചെങ്കിലേ നമ്മൾ ക്ലാസ് നോട്ട്സ് വെച്ച് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇത് ഒരു ടെക്സ്റ്റിലും ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു ഡെറിവേഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസിക്കൽ അപ്രോച്ചോ പൊതുവെയുള്ള ടെക്സ്റ്റിനകത്ത് ഇല്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുന്ന ചോദ്യമാണ്. പക്ഷേ അത്രത്തോളം ക്ലാസ് ശ്രദ്ധിച്ചിരുന്നിട്ടുള്ള വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ഒരു ചോദ്യം. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ് ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണെന്നാ ചോദ്യം. ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ടാർജറ്റ് 5.9 പുതുക്കിയപ്പോൾ 5.8 മാറിയെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. 5.9 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫിഗർ. ഇത് പുതുക്കിയപ്പോഴത്തേക്ക് 5.9 മാറുമല്ലോ. അപ്പോൾ ഇത്രയും വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് വരത്തില്ല. അപ്പം ഇതിന് ഉത്തരം 5.8 എന്നുള്ള രീതിയിലേക്ക് സ്മാർട്ടായിട്ട് എത്താൻ സാധിക്കണം. പുതുക്കുമ്പോഴത്തേക്കും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഇപ്പോഴത്തെ മാക്രോ എക്കണോമിക് കണ്ടീഷൻസിൽ ഗവൺമെൻറ് വരുത്താൻ സാധ്യതയുണ്ടോ? ഇല്ല. അതാണ് അതിൻ്റെ ലോജിക്ക്. കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ചോദ്യങ്ങളും സിവിക്സിലെ ചോദ്യങ്ങളും എല്ലാം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെയായിരുന്നു. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം നോക്കാം. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഭരണഘടനയിലെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന 1950 പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ നമ്മൾ ഈ പറയുന്നതാണ്, നമ്മൾ ക്ലാസ് നോട്ട്സിനകത്തുള്ളതാണ്. സിറ്റിസൺഷിപ്പ് ആർട്ടിക്കിൾ 324 പോലെയുള്ള കാര്യങ്ങൾ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നിലവിൽ വന്നതാണ്. അതപ്പം ഇതിൻ്റെ ആൻസർ സി ആണ്. നമ്മൾ ക്ലാസ്സിൽ ഇത് വിശാലമായി ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത്. ലക്ഷ്മികാന്തിൽ നിന്ന് ഡയറക്റ്റ്ലി ഉള്ളതാണ്. ഇതൊന്നും വലിയ സംഭവമല്ല. ലക്ഷ്മികാന്ത് പഠിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് നിന്ന് വരത്തുള്ളൂ. അത് പഠിക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ലക്ഷ്മികാന്ത് പഠിക്കണം. പിന്നെ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഓക്കെ. മറ്റൊരു ചോദ്യം. ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്നതാണ്, ക്ലാസ്സസിലും പഠിപ്പിച്ചതാണ്, ടെസ്റ്റ് സീരീസിനകത്തും കൊടുത്തതാണ്. താഴെ പറയുന്നുള്ള ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം എന്ന ചോദ്യം. ഇതിൻ്റെ മൗലികാവകാശം അത് ചിലത് ഇന്ത്യക്കാർക്ക് മാത്രമേ ഇടൂ. ഉദാഹരണത്തിന് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 16 അല്ലേ, പബ്ലിക് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അവകാശം. അത് വിദേശത്തു നിന്ന് ഒരാൾക്ക് വന്നിട്ട് കേരള PSC എഴുതാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ക്ലാസ്സിൽ അനലിറ്റിക്കായിട്ട് പഠിപ്പിച്ചൊരു കാര്യമാണത്. വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം എന്ന് പറയുമ്പോഴത്തേക്ക് ആർട്ടിക്കിൾ 14 തരും. നമ്മൾ ടെസ്റ്റ് 4 ക്വസ്റ്റ്യൻ നമ്പർ 27 ഇത് കൃത്യമായിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മൗലികാവകാശങ്ങളാണ് സിറ്റിസൺസിനും വിദേശികൾക്കും ഒരേപോലെ കിട്ടുന്നത്. അതിൽ ആർട്ടിക്കിൾ 14 വരുന്നുണ്ട്. 15, 16, 19 ഒന്നും വിദേശികൾക്കില്ല. ഓക്കെ. ആർട്ടിക്കിൾ 14 തുല്യതയ്ക്കുള്ള അവകാശം മാത്രമാണ് വിദേശികൾക്കുള്ളത്. 29, 30 ഇല്ല. അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു അസോസിയേറ്റഡ് ഫാക്റ്റുകൾ നിങ്ങൾ PDF വെച്ചിട്ട് പഠിക്കുക. അടുത്ത ഘട്ടത്തിൽ ഉപകാരപ്പെടും. മറ്റൊരു ചോദ്യം, ഈ ക്രാന്തിയുടെ ചോദ്യം. ഈ ക്രാന്തി ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്കകത്തും മെനയാന്ന് ചെയ്ത വീഡിയോയ്ക്കകത്തും ഒക്കെ ഇതിനെപ്പറ്റി ഘോരഘോരം പ്രസംഗിച്ചതാണ്. വീഡിയോ കണ്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ. എന്താണ് ഈ ക്രാന്തി? ഈ സ്മോൾ ലെറ്റർ E എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോണിക് എന്ന് ആലോചിക്കുക. ഇലക്ട്രോണിക് വ്യവസായത്തിന് ഓട്ടോമേഷനാണോ അതോ സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയാണ്? ഞാൻ 2 ദിവസം മുമ്പ് ടെലിഗ്രാമിൽ ഇട്ട PDF-നകത്തും ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ക്രാന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവർണൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? B ആണ് ഇതിൻ്റെ ആൻസർ. ഞാൻ 2 ദിവസം മുമ്പ് ടെലിഗ്രാമിനകത്ത് ഇട്ട PDF ആണിത്. ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാമിനകത്ത് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെലിഗ്രാം എന്ന് പറയുന്ന ആ ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുക. വളരെ കുറച്ച് നോട്ട്സ്, സെലക്റ്റഡ് ആയിട്ടുള്ള നോട്ട്സാണ് അതിനകത്ത് ഇടുന്നത്. അത് പഠിക്കുക. ചവറുപോലെ വാരി വലിച്ച് നിങ്ങൾക്ക് തരത്തില്ല. ഡെയിലി ഇടുന്ന ചോദ്യങ്ങളാണെങ്കിൽ നോട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാവുന്ന കാര്യങ്ങളെ അതിന് തരത്തുള്ളൂ. അത് കുത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കും റാങ്കും ബൂസ്റ്റ് ആവുന്നുള്ള കാര്യം ഞാൻ ഉറപ്പുതരാം.
മറ്റൊരു ചോദ്യം എന്താണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗമാരാണെന്ന ചോദ്യം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് അംഗമായിട്ട് വരുന്നത്. സി ആണ് ഇതിൻ്റെ ആൻസർ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഗവർണൻസിൻ്റെ ക്ലാസ്സിൽ സിവിക്സിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ 3ാമത്തെ ചാപ്റ്ററിൽ പറയുന്നതാണ്. ആരൊക്കെയാണ് ഈ സെലക്ഷൻ കമ്മിറ്റിക്കകത്തുള്ളത്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ലീഡർ ഓഫ് ഒപ്പോസിഷനും ഉണ്ട്, പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും ഉണ്ട്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വർഷങ്ങളോളം നമുക്ക് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ ഈ ആക്ട് അമെൻഡ് ചെയ്തു. ഇപ്പോൾ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ലെങ്കിലും, പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിലും, സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി, അതായത് ഒപ്പോസിഷനിലുള്ള ഏറ്റവും വലിയ പാർട്ടിയിലെ നേതാവിന് ഒപ്പോസിഷൻ ലീഡറായിട്ട് ഇതിനകത്ത് വരാം, ഈ കമ്മിറ്റിക്കകത്തേക്ക് വരാം. കാര്യം ഒപ്പോസിഷൻ ലീഡർ ആവണമെങ്കിൽ മിനിമം 1/10 സീറ്റുള്ള പാർട്ടികളും ആവണമല്ലോ. അങ്ങനെ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്ര ആഴത്തിലാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ഇത് ന്യൂസിനകത്തുള്ളതായിരുന്നു കേട്ടോ. കാര്യം അമെൻമെൻറ്റ് വന്നതുകൊണ്ട് തന്നെ ന്യൂസിനകത്തുള്ളൊരു കാര്യമായിരുന്നു. യെസ്. മറ്റൊരു ചോദ്യം നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നതിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇന്ന് ഇവിടെ നിന്നൊരു ചോദ്യം ഇട്ടിരുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്നൊരു ചോദ്യം ഇട്ടിരുന്നു. കാര്യം ഇത് നമ്മൾ അതിനുള്ള എക്സാംസിനാണെങ്കിലും ചോദ്യം വരാൻ പ്രതീക്ഷിക്കുന്നൊരു മേഖലയാണ്. കാര്യം ന്യൂസിൽ ഈ ഒരു സംഭവം കത്തി നിൽപ്പുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇതെന്താണിത്? 1986 പ്രകാരം ആരാണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്? നമ്മൾ ക്ലാസ് നോട്ട്സിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിനകത്തെ മിനിസ്റ്റർ, മന്ത്രിയാണ് വരുന്നത്. കേന്ദ്ര സർക്കാരിലെ ഉപഭോക്തൃകാര്യ മന്ത്രിയാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന് മറക്കത്തില്ലല്ലോ. യെസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇത് സംസ്ഥാനത്തിലെയും സെൻട്രലിലെയും പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന ചോദ്യം അല്ലേ? ഇതൊക്കെ ബേസിക് ഫാക്റ്റുകളാണ്. ഇതൊന്നും പഠിപ്പിച്ചു എന്ന് അങ്ങനെ പറയേണ്ടുന്ന കാര്യങ്ങളല്ല. സ്വാഭാവികമായിട്ട് എല്ലായിടത്തും പഠിപ്പിക്കേണ്ടുന്ന ഫാക്റ്റുകൾ തന്നെയാണത്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ? തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇവിടെയൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ വലിയ പ്രൊസീജിയേഴ്സാണ്. ആർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത്? കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഡി ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായ സെൻസസ് നടത്തിയത്? ഇതൊക്കെ ഈസി ചോദ്യമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കാര്യം ഇന്ത്യയിലെ സെൻസസിൻ്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ റിപ്പണെ പറ്റിയും മേയോയെ പറ്റിയൊക്കെ പറയണം. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു അവസാന സെൻസസ് നടത്തി 2011 പിന്നീട് കോവിഡ് കാരണം സെൻസസ് നടത്താൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ബി ആണ്. ഇന്ത്യയുടെ രത്നമെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതായി. ഇത് ഇന്നലെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ട ചോദ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ക്രോസ് ചെക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കാര്യം 1ാം ഘട്ട പ്രിലിംസിനകത്ത് നമുക്ക് എന്ത് വന്നിരുന്നു? നാഗാലാൻഡിനെ പറ്റി ചോദ്യം വന്നിരുന്നു. അപ്പോൾ 2ാമത്തെ ഘട്ടത്തിൽ മണിപ്പൂരിനെ പറ്റി വരുമെന്ന് വന്നു. ഇതിൻ്റെ ഉത്തരം മണിപ്പൂരാണ്. ഇന്ത്യയുടെ രത്നം മണിപ്പൂരാണ്. ഫസ്റ്റ് ഘട്ടത്തിൻ്റെ ഇതുപോലുള്ളൊരു PDF ഞാൻ ഇട്ടിരുന്നു. അത് മാത്രം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ ആയാലും നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ അടുത്ത ചോദ്യം വളരെ ഈസി ചോദ്യമാണ്. ജയ് ജവാൻ ജയ് കിസാൻ. ഇത് ലാൽ ബഹദൂർ ശാസ്ത്രി. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരാൻ. ഓപ്ഷൻ സി. ഓക്കെ. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിവേനിയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമോ? അറിയെങ്കിൽ കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞ് സഹായിക്കുക. ഞാൻ തപ്പി നോക്കി കിട്ടിയില്ല. ഇതൊക്കെ എവിടുന്നാണ് PSC ചോദിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യങ്ങളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. ഞാനാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യും. കാര്യം എൻ്റെ ഒരു സ്ട്രോങ് ഏരിയ അല്ല ഒന്നാമത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യും. ഉത്തരം അറിയാവുന്ന ആൾക്കാർ ഉത്തരം കമൻറ്റ് സെക്ഷനിൽ എഴുതി സഹായിക്കുക. ഈ ചോദ്യത്തിന് ഉത്തരം തേടി ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. തെറ്റ് പഠിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയുന്നത്. ഓക്കെ. ജ്ഞാനപ്പാനയുടെ രചയിതാവെന്ന് പറയുമ്പോൾ ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ ഇത് ഏത് സംസ്ഥാനത്തിലെയാണ്? രാജസ്ഥാനിലെയാണ്. ഇത് രാജസ്ഥാനിലെയാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ. ഇതും എനിക്ക് വിഷമമുള്ളൊരു ചോദ്യമായിരുന്നു. ഇത് ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയൊരു ചോദ്യമാണിത്. പക്ഷേ കുഴപ്പമില്ല. നമുക്ക് എല്ലാ മാർക്കും 100 മാർക്ക് നേടാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ക്ലാസ്സസ് ഫോളോ ചെയ്ത ആൾക്കാർക്ക് എങ്ങനെയായാലും 80+ മാർക്സിൻ്റെ സംഭവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലാസ് റൂം പ്രോഗ്രാമിൽ തന്നെ വന്നിട്ടുണ്ട്. വിത്ത് പ്രൂഫാണ് നിങ്ങളെ കാണിക്കുന്നത്. പക്ഷേ കൂടുതൽ നന്നാവേണ്ടിയിരിക്കുന്നു, കൂടുതൽ നമ്മൾ അലേർട്ട് ആവേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്കിതിൽ കിട്ടുന്ന പാഠം. കാര്യം ഇത് ഗീതാഞ്ജലിയിൽ വളരെ പ്രസിദ്ധമായൊരു വാചകമാണല്ലേ. ഏത് സാഹിത്യകൃതിയിലാണ് ഇത് ഇങ്ങനൊരു വാചകം പറയുന്നത്? വെയർ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ഹെൽഡ് ഈസ് ഹെൽഡ് ഹൈ എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു ഡയലോഗുണ്ട്. അത് ഗീതാഞ്ജലിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ. അപ്പോൾ അടുത്തൊരു ചോദ്യം, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ഇതൊക്കെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. വേൾഡ് പ്രോസസ്സറാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മളിതിനകത്ത് IT ചോദ്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ളതാണ് കേട്ടോ. ഉദാഹരണത്തിന് COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് വന്നതെന്നുള്ള ചോദ്യമുണ്ട്. അത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിനകത്തെ 48ാമത്തെ ചോദ്യമായിരുന്നു. ദുബായ്. അതിവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഓരോ COP
28 എവിടെയാണ്, 27 എവിടെയാണ്, ഇനി അടുത്ത പ്രാവശ്യം 21 ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോപ്പ് 21 ആണ് പാരീസിലെ. ദയവായി ഇത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും ചറപറാന്ന് എഴുതി നോക്കാം കേട്ടോ. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഈ പറയുന്ന പോലെ മറ്റൊരു ഡിഫിക്കൽട്ട് ചോദ്യമായിരുന്നു. ജ്ഞാനപീഠ അവാർഡ് 1995 ലഭിച്ചതാര്? ഞങ്ങളിത് വരുമെന്നൊരു ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പുറത്ത് ഇട്ടതാണ്. കാര്യം ടെസ്റ്റ് 2-നകത്ത് 37ാമത്തെ ചോദ്യം ഇതായിരുന്നു. ഒരു ഫുൾ റാങ്ക് ഫയൽ ഈ പറയുന്ന പോലെ പഠിക്കുമെന്നുള്ള ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമുക്കിവിടെ ചെയ്യേണ്ടതിന് മെത്തഡോളജി മീൻസ് കുറച്ച് റിസോഴ്സ് പഠിച്ചിട്ട് മാക്സിമം മാർക്ക് ജനറേറ്റ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് അതേ ഒക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സെലക്റ്റീവായിട്ട് പഠിക്കുക. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് നേടിയെടുക്കുക. നമ്മുടെ ഡിഗ്രി ലെവൽ ലോങ് ടേം പ്രോഗ്രാം ആണെങ്കിൽ LDC ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ ആ രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് നേടുക, സെൽഫ് സ്റ്റഡി നടത്തുക. അപ്പോൾ ക്വസ്റ്റ്യൻ 37 ടെസ്റ്റ് 2-നകത്ത് നമ്മൾ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. MT വാസുദേവൻ നായർ 1995. ഞങ്ങൾ പ്രതീക്ഷിച്ചത് തകഴി വരാൻ സാധ്യതയുണ്ടെന്നായിരുന്നു. അദ്ദേഹം വരുമെങ്കിൽ MT സാറ് വരണമല്ലോ, അതുകൊണ്ട് MT സാറിനും കൂടെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് തകഴിയോ ONV കുറുപ്പോ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ചോദിക്കാം. ഹയസ്റ്റ് പ്രോബിലിറ്റി അച്യുതൻ നമ്പൂതിരിയാണ്. ബിക്കോസ് അദ്ദേഹം വളരെ റീസെൻ്റ് ആയിട്ടാണ് അന്തരിച്ചത്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇതായിരുന്നു ആ ചോദ്യം. മറ്റു ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണല്ലേ. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തിയ രാജാവ് ആരാണ്? ഞങ്ങളും ഇത് ടെസ്റ്റിനകത്തും ക്ലാസ്സിനകത്തും ഒക്കെ പല പ്രാവശ്യം കവർ ചെയ്തതാണ്. ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 9ാമത്തെ ടെസ്റ്റിൽ 1ാമത്തെ ചോദ്യം, വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. IT ആക്ട് ഏത് വർഷമാണ് വരുന്നത്? IT-യിലെ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ പ്രിഡിക്റ്റ് ചെയ്ത് തന്നെയായിരുന്നു. അതൊക്കെ ഈസിയാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ അല്ലേ. അത് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ IT-ക്കകത്തുള്ളത്. അതുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ വന്നിരുന്നു. 5 മാർക്കാണ് IT അല്ല, 5 മാർക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ IT ആക്ട് 2000-ലാണ് നിലവിൽ വരുന്നത്. ഞങ്ങൾ 3ാമത്തെ ടെസ്റ്റ് 45ാമത്തെ ചോദ്യത്തിനകത്ത് ഇത് കവർ ചെയ്തതാണ്. ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ പരീക്ഷയിൽ 45ാമത്തെ ചോദ്യമായിരുന്നു. ഞങ്ങളിട്ട പരീക്ഷയിൽ 45th ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുപോലെ പല ചോദ്യങ്ങളും താഴോട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ പറയുന്ന പോലെ ഏത് സോഫ്റ്റ്വെയർ ആണ് വെബ് പേജ് കാണാൻ യൂസ് ചെയ്യുന്നത്? ബ്രൗസറാണല്ലേ. അത് ഞങ്ങൾ 4ാമത്തെ ടെസ്റ്റിനകത്ത് 45ാമത്തെ ചോദ്യത്തിൽ അത് കവർ ചെയ്തിട്ടുള്ളതാണ്, ബ്രൗസർ. മറ്റൊരു ചോദ്യം ഇതാണ് കണ്ടോ, 41ാമത്തെ ചോദ്യം. ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? സ്കാനറാണ് ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് വരിക. ഞങ്ങളുടെ പരീക്ഷയിൽ 41ാമത്തെ ചോദ്യമായിരുന്നു. അത് ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ്. അതിനകത്ത് 41ാമത്തെ ചോദ്യം സിമിലർ ചോദ്യമായിരുന്നു. അത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആണ്. കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. യെസ്. മറ്റൊരു ചോദ്യം എന്താണ്? ഏത് നെറ്റ്വർക്കിനാണ് ഒരു വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ സ്പാൻ ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ടോപ്പോളജി ഉള്ളത്? അതും ഞങ്ങൾ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിനകത്ത് 43ാമത്തെ ചോദ്യമായിരുന്നു. ഈ പരീക്ഷയിൽ 43ാമത്തെ ചോദ്യമായിട്ടാണ് വന്നത്. അതൊരു ഹാപ്പി കോയിൻസിഡൻസ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഇത് ഹാർഡ് വർക്കിന് യൂണിവേഴ്സ് റിവാർഡ് ചെയ്യുക അല്ലെങ്കിൽ സൈൻ തരുക എന്നൊക്കെ പറയുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ, വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഒരു ഹാപ്പി കോയിൻസിഡൻസ് ആണ്. രണ്ടും ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിൽ നിന്ന് തന്നെ ആ ഒരു ചോദ്യം വരുന്നു. ധാരാളം ചോദ്യങ്ങൾ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. അത് സെയിം ക്വസ്റ്റ്യൻ നമ്പർ തന്നെ വരുന്നു. ഓക്കെ, അപ്പം എന്താ പറയുക, കോയിൻസിഡൻസ് ആണ്, റാൻഡം ആയിട്ടുള്ള കോയിൻസിഡൻസ് ആണ് അതൊക്കെ. ഇത് ഈ പറഞ്ഞ ഇതിൻ്റെ ഉത്തരം വാൻ ആണല്ലോ, വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടർ ലാൻ എന്താണ്, വാൻ എന്താണ്, പാൻ എന്താണ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കട്ടക്കിരുന്ന് പഠിച്ചോളാം. നമുക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടെ ബാക്കിയുള്ളൂ, GK ചോദ്യങ്ങൾ. ഉദാഹരണത്തിന് സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം 8.3 മിനിറ്റ്. B ആണ് ഇതിൻ്റെ ഉത്തരം. ലാർജ് ഹാഡ്രൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഇത് ഞാൻ 1 വർഷം മുമ്പ് വരെയുള്ള എൻ്റെ സയൻസ് ക്ലാസ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ഔട്ട്ഡേറ്റഡ് ആയെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ പ്രാവശ്യം ഇത് ക്ലാസ്സിൽ അങ്ങനെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അതിലും എനിക്ക് വിഷമമുണ്ട്. പോട്ടെ സാർ, നമുക്ക് എപ്പോഴും തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ തെറ്റുകളിൽ നിന്ന് കൂടുതൽ പഠിക്കുക, കൂടുതൽ ഇംപ്രവൈസ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ പറയുന്ന പോലെ കണികാ ഭൗതിക ഗവേഷണമാണ്, പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ്. അത് പാർട്ടിക്കിൾ സയൻസിനകത്ത് ഏറ്റവും ഫണ്ടമെൻ്റലായൊരു കാര്യമായിരുന്നു. അത് കാര്യം ഈ സമയത്ത് ഈ എക്സ്പെരിമെൻറ്റ് നടക്കുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റിലൊരു പെൺകുട്ടി ആത്മഹത്യ ഇവർ ചെയ്തു. ഈ എക്സ്പെരിമെൻ്റാണ് ലോകം നശിക്കുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ അത്രത്തോളം വലിയ കോൺട്രവേഴ്സ്യൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. C ആണെന്ന് ഉത്തരത്തിലേക്ക് വരാം. സൂര്യനും മറ്റ് നക്ഷത്രങ്ങളും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദ്യമാണ്. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയയുടെ പേര് കോശശ്വസനമാണല്ലേ. ഇതൊക്കെ സ്ഥിരം PSC ചോദ്യമാണ്. അപ്പം മറ്റൊരു ചോദ്യം 2ാമത്തെ ചോദ്യമായിരുന്നു അല്ലേ. ഈ പറയുന്ന പോലെ ചേരുമ്പോൾ ചേർക്കുക. ഇതിൻ്റെ ഉത്തരം B ആണല്ലേ. B ആണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരിക. ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണമാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജിലെ വാചകങ്ങളാണ്. കാര്യം ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. കാര്യം അംബേദ്കർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണമെന്ന് ആ കാലഘട്ടത്തെ ആഗ്രഹമില്ലായിരുന്നു. അതിൻ്റെ പൊളിറ്റിക്കൽ റീസൺസ് പലതാണ്. ദാദാഭായ് നവറോജിക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം.
ബാലഗംഗാധര തിലകിന് അവസാന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രൊവിഡൻസിൽ ചെറിയ വിശ്വാസമൊക്കെ വന്ന് തുടങ്ങിയ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ബ്രിട്ടീഷുകാർ കംപ്ലീറ്റ്ലി ഇന്ത്യ വിട്ട് പോകണം എന്നൊക്കെ പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ളത് ഗാന്ധിജി മാത്രമാണെന്ന് ഞാൻ ക്ലാസ്സിൽ എടുത്ത് പറയുന്നുണ്ട്. അംബേദ്കർ പോലും കുറേ കാലഘട്ടത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണം എന്നുള്ള ആർഗ്യുമെൻറ്റ് നടത്തിയത് അല്ലേ. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ നമുക്ക് എല്ലാ ഫാക്റ്റുകളും സ്പൂൺ ഫീഡ് ചെയ്യാനൊക്കത്തില്ല. ചോദ്യങ്ങൾ വരുന്ന ഏരിയ പറഞ്ഞു തരാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഫാക്റ്റ് വെച്ച് ഉത്തരത്തിലേക്ക് സ്മാർട്ടായിട്ട് എത്താനും സാധിക്കും. ഓക്കെ, ഇത് സ്ഥിരം ഒരു ചോദ്യമാണ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം രാമചന്ദ്ര ഗുഹയുടെ ഒരു ചോദ്യമാണിത്. സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾ വെടിനിർത്തൽ ഉടമ്പടി ആവശ്യപ്പെട്ട രാജ്യം അത് ഇന്ത്യ മാത്രമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചോദ്യമായിരുന്നു. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയ 1971 ബി ആണ് ഉത്തരം. ഇതൊക്കെ സ്ഥിരം PSC ചോദ്യങ്ങളാണ്. ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പരേഡിലെ മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുള്ളത് ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായ സുകർണോയാണ്. ഇതിൽ ഉത്തരം C ആണ്. ഓക്കെ, അപ്പം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, സമയം ഒട്ടും കളയാതെ എന്താ പറയുക സ്റ്റഡീസിലേക്ക് തന്നെ പോവുക. ഞാൻ GK ക്വസ്റ്റ്യൻ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഈ രീതിയിൽ തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഫുൾ എഫേർട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും. നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണോ? അങ്ങനെ ധാരാളം യൂട്യൂബ് ക്ലാസ്സസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, സോ താങ്ക് യു, ബൈ.